കുറച്ചധികം ദിവസമായില്ലേ ഞാനൊരു കേക്കിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട്. തിരക്കൊന്നും ആയിരുന്നില്ല, എന്നാലും തിരക്കാണോ എന്ന് വെച്ച് ഞാൻ തിരക്കായിരുന്നു. ഞാൻ കുറച്ചധികം നാളായിട്ട് വായിക്കണം എന്ന് വിചാരിച്ചൊരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടി. അത് വായിച്ച് തീർക്കാനുള്ളൊരു നേരത്തെയൊക്കെ പുസ്തകങ്ങൾ വായിക്കുമെങ്കിലും ഇപ്പം ഈ ചെറിയ ആളായ പിന്നെ ഈ കേക്കിൻ്റെ ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ ബിസി ഷെഡ്യൂളായ പിന്നെ വായന തീരെ കുറവാണെന്നല്ല, വായനയേ ഇല്ല എന്ന് പറയാം. അങ്ങനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അത് മാക്സിമം ടൈം കിട്ടുമ്പോൾ വായിക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു കേട്ടോ. ഇരുന്ന് വായിച്ചാൽ കൂടിപ്പോയ ഒരു 2 മണിക്കൂറിൽ തീർക്കാവുന്ന പുസ്തകമേ ഉള്ളൂ. പക്ഷേ അതൊന്ന് വായിക്കാനുള്ള ടൈം കൂടി എനിക്ക് കിട്ടണ്ടേ. എന്നിട്ടും അത് തീർന്നിട്ടില്ല കേട്ടോ. പുസ്തകത്തിൻ്റെ പേര് ഞാൻ പുസ്തകം വായിച്ച് കഴിഞ്ഞതിന് ശേഷം പറയാവേ. ഇതുവരെ ആ പുസ്തകം വായിച്ച് തീർന്നിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ കേക്കിൻ്റെ വീഡിയോസ് ഇട്ടിട്ട് കുറച്ചധികം ദിവസമായി. അതുകൊണ്ട് തന്നെ ഞാൻ മെനക്കെട്ട് പുസ്തകം എടുത്ത് മാറ്റി വെച്ചിട്ട് ഇത് വീഡിയോ എന്തായാലും ഇന്ന് പോസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യമുള്ളൂ എന്ന് ഓർത്ത് വോയിസ് കൊടുക്കുന്നതാണ്. ഇത് കുറച്ച് ദിവസം മുന്നേ ചെയ്ത് കൊടുത്തൊരു വർക്കായിരുന്നു. 3 കിലോ ചോക്ലേറ്റ് കേക്കായിരുന്നു. കസ്റ്റമർ നമുക്ക് റെഫറൻസ് തന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തൊരു കേക്കായിരുന്നു. ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് ഫ്ലവേഴ്സ് വയ്ക്കാനുള്ളൊരു റെഫറൻസാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റെഫറൻസ് ബുക്കിൽ വൈറ്റ് കേക്കും വൈറ്റ് ഫ്ലവേഴ്സും ആയിരുന്നു. ഇത് അവർക്ക് തന്നെ കൊടുക്കാനുണ്ടായിരുന്ന 1 kg സ്പാനിഷ് ഡിലൈറ്റ് കേക്കായിരുന്നു. പിന്നെ ഇത് 1.5 കിലോ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. ഇത് കസ്റ്റമൈസ്ഡ് അല്ല, എൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും സിമ്പിളായിട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തൊരു കേക്കായിരുന്നു. അച്ഛൻ്റെയും മോക്കടെയും ബർത്ത്ഡേ ഒരു ദിവസമായിരുന്നു. ഇതൊരു 1 kg മാംഗോ ഫ്ലേവറിൽ ചെയ്തെടുത്തൊരു വർക്കായിരുന്നു. സിമ്പിളായിട്ട് വൈഫിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തൊരു കേക്കായിരുന്നു കേട്ടോ. ഇതൊരു 1 kg റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. ഇത് ഒരു 1 kg വാനില ഫ്ലേവറിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തെടുത്തൊരു വർക്കായിരുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. താങ്ക്